പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് CBI കോടതി. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളിയും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. ശിക്ഷാവിധി അടുത്ത വെള്ളിയാഴ്ച. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും അമ്മമാർ കോടതി ഉത്തരവ് കേട്ടത്. നഷ്ടപ്പെട്ടാൽ അതിന് വേദന ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. വിധിയുടെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. റിയ ബേബിയും സാരംഗമാണ് ചേരുന്നത്. റിയ, ഈ കോടതി വിധി നോക്കുമ്പോൾ വലിയ ആശ്വാസം കാണുന്നുണ്ട്. ഒപ്പം തന്നെ 10 പേരെ വെറുതെ വിട്ടതായി പറയുമ്പോൾ കുടുംബത്തെ സംബന്ധിച്ചും വലിയൊരു ആശങ്ക അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് കോടതി വിധി? 10 പേരെ കോടതി വെറുതെ വിടാനുള്ള കാരണം? പൂർണ്ണരൂപം സംബന്ധിച്ച് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റിയ? പ്രജിഷ, കേസിൽ 7 രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ട കൊലപാതക കേസിലാണ് കോടതിയിൽ നിന്ന് ഇന്ന് സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത്. ഇതിൽ 14 പേർ കുറ്റക്കാരാണെന്നും അതോടൊപ്പം തന്നെ 10 പേരെ കോടതി വെറുതെ വിടുകയും ചെയ്തു. അതിൽ കോടതി പ്രധാനമായും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ CPM നേതാക്കളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്. A. പീതാംബരൻ മുൻ പെരിയ ലോക്കൽ സെക്രട്ടറി അംഗമായിരുന്നു, ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് CPM-ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. 1 മുതൽ 8 വരെയുള്ള ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്ക് കൊലപാതക കുറ്റമടക്കമുള്ള കുറ്റങ്ങളാണ് അവർക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. A. പീതാംബരൻ, പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം സജി, K. സുരേഷ്, K. അനിൽകുമാർ, ജിജിൻ, ശ്രീരാഗ്, അശ്വിൻ, സുബീഷ്, അങ്ങനെ 8 പ്രതികൾ ആദ്യമായി ഈ കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. അതിനു പുറമെ 10-ാം പ്രതിയായിട്ടുള്ള T. രഞ്ജിത്ത്, 14-ാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ, ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയാണ്, A. സുരേന്ദ്രൻ, KV കുഞ്ഞിരാമൻ, ഉദുമ അതോടൊപ്പം മുൻ MLA ആണ്, അതോടൊപ്പം തന്നെ രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ, ഇവരാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. ഇതിൽ തന്നെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം ഉൾപ്പെടുന്നു എന്നുള്ളത് കണ്ട് തന്നെ കോൺഗ്രസ് ആദ്യഘട്ടം മുതൽ ഉന്നയിച്ചിരിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കേസിൽ CBI പ്രതി ചേർത്തിട്ടുള്ള പ്രതികൾ ഉൾപ്പെടെ ചിലരെ കോടതി വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നത്. ആ 10 പ്രതികളിൽ ഗൂഢാലോചന കുറ്റം അവർക്കെതിരെ കണ്ടെത്താൻ തെളിയിക്കാൻ കോടതിക്ക് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ചില പ്രതികളെ വിദേശത്തേക്ക് കടത്താൻ സഹായിച്ചു അടക്കമുള്ള കുറ്റങ്ങൾ ചിലർക്കെതിരെ ഉണ്ടായിരുന്നു. അതും തെളിയിക്കാൻ കോടതിയിൽ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അങ്ങനെ 10 പേരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മുരളി, 9-ാം പ്രതിയായ മുരളി, 11-ാം പ്രതിയായ പ്രദീപ്, 12-ാം പ്രതിയായ മണികണ്ഠൻ, B. മണികണ്ഠൻ, 13-ാം പ്രതിയായ ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ മധു, റെജി, ഹരിപ്രസാദ്, രാജേഷ്, V. ഗോപകുമാർ, സന്ദീപ് വെളുത്തോളി എന്നറിയപ്പെടുന്ന സന്ദീപ് PV എന്നിവരെയാണ് കോടതി വെറുതെ വിടുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനുവരി 3-ാം തീയതി ഇവർക്കുള്ള ശിക്ഷ എന്താണെന്നുള്ള കാര്യത്തിൽ കോടതിയിൽ നിന്ന് തീരുമാനം വരും. അതാണ് ഇനി ഏവരും കാത്തിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വളരെ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാവ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. CPM ഇപ്പോഴും പ്രതികരണങ്ങളിലൂടെ നടത്തുന്നത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് മുൻ MLA പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത് എന്നാണ്. ഈ 2-ാം പ്രതിയെ ഈ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നടക്കമുള്ള കുറ്റങ്ങളാണല്ലോ ആരോപിക്കപ്പെടുന്നത്. അത് എത്രത്തോളം അതിൻ്റെ ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുണ്ട് KV കുഞ്ഞിരാമന്, ജയിലിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. എങ്കിലും കുറ്റത്തിൻ്റെയൊക്കെ ആഴം പരിശോധിക്കുമ്പോൾ CPM-നെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നതാണ് മുൻ MLA പ്രതിപട്ടികയിലേക്ക് അല്ലെങ്കിൽ കുറ്റക്കാരനെന്ന് കോടതി പറയുമ്പോഴുണ്ടാകുന്ന സാഹചര്യം? ഈ KV കുഞ്ഞിരാമൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചതാണ്. ഈ കേസിൽ ആദ്യഘട്ടം മുതൽ താൻ നിരപരാധിയാണ്, തനിക്കിതിൽ പങ്കില്ല എന്ന് അവകാശപ്പെട്ടിരുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല, എൻ്റെ വഴി തടസ്സപ്പെടുത്തരുത് എന്നൊരു മറുപടി മാത്രം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോയത്. ഈ കേസിൽ പ്രതികളെ, അതായത് 2-ാം പ്രതിയായ സജി അടക്കമുള്ളവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ വിളിച്ചിറക്കി കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് മുൻ MLA. അതോടൊപ്പം തന്നെ അതിൻ്റെ കൃത്യമായ തെളിവുകളടക്കം
ഈ കേസിൽ CBI മുന്നോട്ട് വെക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 14 പേർക്ക് പുറമെ CBI പ്രതി ചേർത്ത 10 പേർ. ആ പട്ടികയിലാണ് മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ഉൾപ്പെട്ടത്. ആ കുഞ്ഞിരാമനടക്കം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുമ്പോൾ അത് CPM-നെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കേസിൽ അവസാന പ്രതികളായി, അതായത് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ അടക്കമുള്ളവരും ഈ കേസിൽ പ്രതികളാണ്. അവർ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു, കൃത്യമായ സഹായം അവർക്ക് ഉറപ്പാക്കിയെന്ന് CBI ആദ്യഘട്ടം മുതൽ തെളിവുകൾ നിരത്തി വാദിച്ചിരുന്നു. അത് കോടതിയിൽ തെളിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 21-ാം പ്രതിയായ രാഘവൻ വെളുത്തോളി, 22-ാം പ്രതിയായ KV ഭാസ്കരൻ, ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനൊപ്പം ഈ കേസിൽ കുറ്റക്കാരനാണ് പ്രതി എന്ന് CBI കോടതി വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ കേസിൽ K മണികണ്ഠൻ, ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയാണ്. K മണികണ്ഠനും ഗൂഢാലോചന കുറ്റം തെളിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും CPM-ന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ കോടതി വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ പ്രതിഭാഗം ഇതിൽ എടുത്തു പറയുന്നത് ഈ CBI പ്രതി ചേർത്തവരിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയ ചില പ്രതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് CBIക്ക് കോടതിയിൽ തെളിയിക്കാനായില്ല. CBI കെട്ടിച്ചമച്ച ആ കുറ്റം, ആ ഗൂഢാലോചന കുറ്റം അത് പൊളിഞ്ഞു വീണു എന്നതായിരുന്നു പുറത്തിറങ്ങിയ പ്രതിഭാഗം അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനെതിരെ അപ്പീൽ പോകുമെന്ന്, അത് പാർട്ടിയുമായി കൂടിയാലോചിച്ച ശേഷം അപ്പീൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമെന്ന് ശരത്തിന്റെയും അതോടൊപ്പം തന്നെ കൃപേഷിന്റെയും അച്ഛൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കേസിൽ 3-ാം തീയതി ശിക്ഷാവിധി വരാൻ പോകുന്നു. ഇതിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജീവപര്യന്തം ഉണ്ടാകും. അത് വധശിക്ഷയിലേക്ക് മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതോടൊപ്പം തന്നെ പരമാവധി ശിക്ഷ തന്നെയാണ് പ്രതികൾക്കെതിരെ ഉണ്ടാകേണ്ടത് എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 2 കുടുംബങ്ങളുടെ അത്താണിയായിരുന്ന, വഴിവിളക്കായിരുന്ന 2 യുവഹൃദയങ്ങളെയാണ് തല്ലിക്കെടുത്തിയത്. അപ്പോൾ ആ കേസിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ 6 വർഷം നീണ്ട വിചാരണ ഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. നമുക്കിന്ന് ഈ ആദ്യഘട്ട വിധി വരുമ്പോൾ നാടിൻ്റെ അവസ്ഥ, നാടിൻ്റെ പ്രതികരണം, കുടുംബത്തിൻ്റെ പ്രതികരണങ്ങൾ കൂടി നോക്കാം. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട്. സാരംഗ്, ഈ CPM-നെ സംബന്ധിച്ചോളം CPM പ്രതിസ്ഥാനത്തേക്ക് വരുന്ന കൊലപാതകമടക്കമുള്ള കേസുകളിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞ് മുടന്തന്യായം ആദ്യമേ ഉന്നയിച്ചു പോകാനാണ് പതിവ്. പക്ഷേ ഇവിടെ എന്താണ്, ഈ പ്രതിപട്ടികയിൽ ഉദുമ മുൻ MLA, മുൻ ലോക്കൽ കമ്മിറ്റി അംഗം, പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി, മുൻ ഏരിയ സെക്രട്ടറി, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ പ്രതിസ്ഥാനത്തേക്ക് കുറ്റക്കാരായി കോടതി കൂടി പറയുന്നത്. അപ്പോൾ അവിടെ CPM എത്രത്തോളം പ്രതിരോധത്തിലാണ്? ഒപ്പം പെരിയുടെ മണ്ണ്, ഈ ആദ്യഘട്ട വിധിയെ ഈ പറയുന്ന പ്രതികളൊക്കെ തന്നെ 14 പേർ കുറ്റക്കാരെന്ന് പറയുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെയും ഒപ്പം അവിടുത്തെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച സന്മനസ്സുള്ള നാട്ടുകാരും അവരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ, അവർ വിധിയെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യുന്നത്? പ്രജീഷ്, പെരിയെ സംബന്ധിച്ച്, കല്യൂട്ടിനെ സംബന്ധിച്ച് ഇന്ന് ഏറെ വൈകാരികമായ ഒരവസ്ഥ തന്നെയായിരുന്നു. കാരണം ഒരു 6 വർഷങ്ങൾക്ക് മുൻപ് ഒരു ആഘോഷവേളയ്ക്ക് നാട്ടിൽ വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന പെരുങ്കളിയാട്ടത്തിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകൾക്കിടയിലാണ് നാടിന് ഏറ്റവും പ്രിയപ്പെട്ട ശരത്ലാലിനെയും അതുപോലെ തന്നെ കൃപേഷിനെയും ഈ കല്യോട് എന്ന ഗ്രാമത്തിന് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു വേദന, അവർക്ക് പലരും അവരെ സ്വന്തം മക്കളെ പോലെ തന്നെ കരുതിയിരുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ആ ഒരു ദുഃഖമുണ്ടായിരുന്നു. നമ്മൾ ശരത്ലാലിനെയും അതുപോലെ കൃപേഷിനെയൊക്കെ തന്നെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഏറെ വൈകാരികമായിരുന്ന മുഹൂർത്തങ്ങളാണ് നമ്മൾ കണ്ടത്. 2 പേരുടെയും അമ്മമാർ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. വിധി കേട്ട സമയത്തും ആരോടും സംസാരിക്കാൻ പോലും കഴിയാതെ ഇനിയൊരു മക്കൾക്കും ഈ ദുർഗതി വരരുത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന അമ്മമാരെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും കുടുംബങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും ഈ വന്ന വിധിയിൽ തൃപ്തരല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. പൂർണ്ണമായുള്ള ഒരു വിധിപ്പകർപ്പ് വന്നിട്ടില്ലെങ്കിൽ പോലും ഇനിയും 10 പേരെ വെറുതെ വിട്ടു എന്നുള്ളൊരു കാര്യത്തിൽ അവർക്കിപ്പോഴും ഒരു വലിയ രോഷം ഇപ്പോഴും അവർക്കിടയിൽ തിളച്ചു പൊന്തുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് അഡ്വക്കേറ്റായിട്ടുള്ള ശ്രീധരനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഇരകളോടൊപ്പം ഇവിടെ വധിക്കപ്പെട്ട ചെറുപ്പക്കാരുടെ കുടുംബത്തോടൊപ്പം തന്നെ ചേർന്ന് നിന്ന ഒരു വ്യക്തി പിന്നീട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഭാഗമായി പിന്നീട് എതിർചേരിയിലേക്ക് പോയി പ്രതികൾക്ക് നിയമപരമായ സംരക്ഷണം ഒരുക്കുന്നതിന് വലിയ തോതിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നത് ഈ നാട്ടുകാർക്കിടയിലൊക്കെ തന്നെ വലിയ ഒരു വികാരമായി തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളുമായി ഒക്കെ തന്നെ നമ്മൾ സംസാരിച്ച സമയത്ത് അവരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല CPM-നെ സംബന്ധിച്ച് അവരെ വലിയ തോതിൽ രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് കൂടി ഈ വ്യക്തി എത്തിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മരണം നടന്ന പ്രതിബന്ധങ്ങളൊക്കെ തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്ന കേസാണിത്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കല്ലും മുള്ളും ചവിട്ടിയാണ് അവർ നീതിക്ക് വേണ്ടി ഈ കൊല്ലപ്പെട്ട 2 കുടുംബങ്ങളും ആ യുവാക്കളുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ തന്നെ നീതിക്ക് വേണ്ടി പോരാടിയത്. KPC അധ്യക്ഷന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്, അതൊന്നും നമുക്ക് കേൾക്കാം. വളരെ ഡിസർവ് ചെയ്യുന്ന ഒരു കേസാണിത്.
ഇപ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ ഇത്രയേറെ ആളുകളെ ശിക്ഷിച്ച ഒരു കേസ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോൾ കേസിൻ്റെ അകത്ത് വിധിയായി ഇന്ന ആളുകൾക്കൊക്കെ എതിരായി ഒരു വിധി വന്നു. ആ വിധിയിൽ പെടാത്ത ആളുകൾക്കെതിരെ വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കും. ആ ഹൈക്കോടതിയിൽ ഞങ്ങൾ ആ വിധി വാങ്ങും. എല്ലാ ആളുകൾക്കും നമ്മൾക്കിതൊരു മോഡൽ ഒരു പണിഷ്മെന്റായി ഈ കേസിനെ മാറ്റും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. CPM-ന് പങ്കില്ലെങ്കിൽ പിന്നെ ആരാ പങ്കുന്നത്? അദ്ദേഹം പറയട്ടെ, അദ്ദേഹം CBI-യോട് പോയി പറയട്ടെ. ഈ സംഭവത്തിന് ശേഷം പ്രതികരണം ചോദിച്ചപ്പോൾ വഴി തടസ്സപ്പെടാതെ മാറി നിൽക്കൂ എന്ന മറുപടിയായിരുന്നു മുൻ MLA KV കുഞ്ഞിരാമന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തൽക്കാലം പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു മറുപടി. താങ്കളെ കുറ്റക്കാരനായി വിധിച്ചിരിക്കുകയാണ് കോടതി. താങ്കൾ എങ്ങനെ കാണുന്നു ശിക്ഷാവിധി? പോകാൻ അനുവദിക്കൂ. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തല. താങ്കൾക്ക് പങ്കില്ലെന്നാണ് കോടതി വിധിയോട് എങ്ങനെ പ്രതികരിക്കുന്നു? അങ്ങനെയൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. ശിക്ഷാവിധി താങ്കൾ എങ്ങനെ കാണുന്നു? MLA കൂടെയാണ്. വിധി കേട്ട ശരത്ലാലിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ല എന്ന് അമ്മ ലത മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മക്കളെ ഇല്ലാതാക്കിയ എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടണം. കുറ്റമുക്തരാക്കിയവർ പുറത്തിറങ്ങിയാൽ വേറെയും അമ്മമാർ ഇതേ വേദന അനുഭവിക്കേണ്ടി വരും. ബാക്കിയുള്ള മക്കളെയും അവർ ഇല്ലാതാക്കുമെന്നും ശരത്ലാലിന്റെ അമ്മ പറഞ്ഞു. പൂർണ്ണ തൃപ്തിയില്ല. 1 മുതൽ 8 പ്രതികൾ പുറത്തിറങ്ങിയാൽ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന ബാക്കിയുള്ള അമ്മമാരും അനുഭവിക്കേണ്ടി വരും. ബാക്കിയില്ല മക്കളെ അവരില്ലാതാക്കും. അതുകൊണ്ട് ബാക്കിയില്ല പ്രതികളെ ശിക്ഷിക്കപ്പെടണം. ബഹുമാനപ്പെട്ട കോടതിയോട് പറയും. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി തന്നെ നടന്നിരുന്നു. CPM ആണ് നടത്തുന്നത്. അതെ, CPM. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും സംസാരിക്കാനാകാതെ വിങ്ങിപ്പൊട്ടി കൃപേഷിന്റെ അമ്മ ബാലാമണി. നീതി ലഭിച്ചു എന്നാണ് പ്രതീക്ഷയെന്നും ആഗ്രഹിച്ചതുപോലെ സംഭവിച്ചുവെന്നും അമ്മ പറഞ്ഞു. കേസ് അട്ടിമറിക്കാൻ സർക്കാർ പല കളികളും കളിച്ചുവെന്നും കൃപേഷിന്റെ അമ്മ. നീതി കിട്ടിയെന്ന് തോന്നുന്നു. എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. വർഷം കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ? അതെ അതെ, ആഗ്രഹിച്ച പോലെ സംഭവിച്ചു. കടുത്ത ശിക്ഷ പ്രഖ്യാപിച്ചിട്ടില്ല. കടുത്ത ശിക്ഷ വേണമെന്നാണോ? ആ, കടുത്ത ശിക്ഷ വേണം തന്നെ ആഗ്രഹിക്കുന്നത്. അതായത് കേസ് അട്ടിമറിക്കാൻ പല സമയത്തും ശ്രമിച്ചു സർക്കാർ കുറെ കളി കളിച്ചു. CBI വരാനൊക്കെ കുറെ കഷ്ടപ്പെടേണ്ടി വന്നില്ലേ? അതെ അതെ, കുറെ കഷ്ടപ്പെടേണ്ടി വന്നു. പെരിയ കേസിലെ പ്രതികളെ എല്ലാം കുറ്റക്കാരായി 14 പേരെയും കണ്ട ദിവസമാണിത്. ഇപ്പോൾ സത്യനാരായണൻ, ശരത്ലാലിന്റെ പിതാവ്, നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സത്യനാരായണൻ, ഈ കേസിൽ കുടുംബത്തിന്റെ ഒറ്റയാൻ പോരാട്ടത്തിന്റെ പാർട്ടിയുടെയൊക്കെ പിന്തുണയുള്ളപ്പോഴും ദൃഢനിശ്ചയത്തോടുകൂടി ഇറങ്ങിയ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം വിജയം കണ്ടിരിക്കുന്നതിൻ്റെ ആദ്യഘട്ടമാണ്. കാരണം അവിടെ പ്രതിബന്ധങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് കുടുംബം കഴിഞ്ഞ 6 വർഷം അനുഭവിച്ച ദുഃഖങ്ങൾ, ഒപ്പം പാർട്ടി CPM പ്രതികൾക്ക് വേണ്ടി, സാധാരണ പാർട്ടിയാണ് അങ്ങേയറ്റം പോകുന്നത്. അങ്ങേയറ്റം ശക്തമായി പ്രതികൾക്കൊപ്പം നിലയുറപ്പിക്കുന്ന പാർട്ടിക്കൊപ്പം സർക്കാരും ഉണ്ടായിരുന്നു എന്ന വളരെ നമ്മയൊക്കെ വിഷമിപ്പിക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു നിങ്ങൾ നേരിട്ടത്. അപ്പോൾ ഇന്നിപ്പോൾ കോടതിയുടെ വിധി വരുമ്പോൾ നീതി പുലർന്നതായി തോന്നുന്നുണ്ടോ അങ്ങേക്ക്? കോടതി ഇപ്പോൾ 14 പേരെ കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നു. അത് കൊലപാതക കുറ്റമായി തന്നെ കോടതി നിരീക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അതിൽ വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം ഒരു ആത്മസംതൃപ്തി അത്രയെങ്കിലും നമുക്ക് തെളിയിക്കാൻ പറ്റിയല്ലോ. അത് സാധാരണ ഒരു ഈ കേസിലും അത് നടക്കാത്തൊരു കാര്യമാണ്. കാരണം CPM ഭരിക്കുന്ന സമയത്ത് എല്ലാ തെളിവുകളും നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരെ ജോലി. അന്വേഷണം CBI വരാതിരിക്കാൻ വേണ്ടി കോടികൾ മുടക്കുകയും അതിനുവേണ്ടി ഒരു സർക്കാർ സംവിധാനം തന്നെ നമ്മൾക്കെതിരെ നീങ്ങുകയും ചെയ്യുമ്പോഴുണ്ടായാൽ നമ്മളുടെ വേദനയും നമ്മളുടെ പ്രയാസങ്ങളും ഒരു മനുഷ്യന്, ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ മക്കൾക്ക് വന്ന ഈ ദുരിതത്തിൽ അവർക്ക് രക്ഷപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന ആ വിഷമത അതാർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് ഈ സമൂഹം നമ്മൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്. ഏറ്റവും മനുഷ്യത്വമുള്ള, മനുഷ്യ സ്നേഹമുള്ള, അതുപോലെ തന്നെ നമ്മുടെ UDF
സംവിധാനം തന്നെ നമ്മൾ പിന്നിൽ നിലയുറപ്പിച്ചതുകൊണ്ട് ഒരാത്മധൈര്യം എന്ത് പറഞ്ഞാലും പ്രതീക്ഷയോടുകൂടിയാണ് CBI അന്വേഷണത്തെ നിങ്ങളൊക്കെ കണ്ടത്. പക്ഷേ ഈ 14 പ്രതികൾ മാത്രമാണ് കുറ്റക്കാരെന്ന് 10ഓളം ആളുകൾ 10 പേർ അവരുടെ പങ്ക് തെളിയിക്കാൻ കഴിയാതെ പോയത് കോടതിയിൽ എന്തുകൊണ്ടെന്നാണ് താങ്കൾ ഇതിന്റെ നിയമവഴിയെ സഞ്ചരിച്ച വ്യക്തി എന്ന നിലയിൽ പരിശോധിക്കുമ്പോൾ പ്രാഥമികമായി തോന്നുന്നത്? അതിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല. അതിപ്പോൾ കോടതി ഇപ്പോൾ വിധി പറയാനിരിക്കുകയല്ലേ. ഇപ്പോൾ കുറ്റക്കാരെ കണ്ടെത്തി 10 പേരെ വെറുതെ വിട്ടു എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷേ അതിൽ നമുക്ക് തൃപ്തിയില്ല. കാരണം പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളൊക്കെ ബോധിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടോ അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാ പ്രോസിക്യൂട്ടറുമായി അതുപോലെ നമ്മുടെ അഡ്വക്കേറ്റുമാരായി ആലോചിച്ച് നമുക്ക് ഇനി വേണ്ടുന്ന നിയമ പോരാട്ടത്തിലേക്ക് വീണ്ടും ഹൈക്കോടതിയിൽ പോകണം എന്നെല്ലാം നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഏതായാലും 3 വിധി വരുമല്ലോ. ആ 3 ശിക്ഷാവിധി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇതൊക്കെ ആലോചിക്കാം. കാരണം ഒരാളെയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത്രയും പ്രയത്നിച്ച് നമുക്ക് അവരെ അടക്കം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി അവർക്കും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തന്നെയാണ് നമ്മൾ. സത്യനാരായണൻ, ഈ CK ശ്രീധരന്റെ ഒരു പ്രതികരണമാണ് അതിനുശേഷം വരുന്നത്. പ്രതിഭാഗം അഭിഭാഷകൻ പ്രതികരിച്ചത് CBI കെട്ടിപ്പൊക്കിയ, കാരണം മറുകണ്ഠം ചാടി നിങ്ങളൊക്കെ വിശ്വസിച്ച വ്യക്തിയാണ്, മറുകണ്ഠം ചാടി പോയ വ്യക്തിയാണ്. അതായത് CBI കെട്ടിപ്പൊക്കിയ കഥകളെല്ലാം കോടതിയിൽ തകർന്നടിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല TP രാമകൃഷ്ണൻ LDF കൺവീനർ പറയുന്നത് KB കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകളെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പ്രതി ചേർത്തത് എന്നാണ്. 2 പ്രതികരണങ്ങളെയും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കാരണം നേരത്തെ ഈ CBI അന്വേഷണത്തിന് തടയിടാൻ നമ്മുടെ പണം, നികുതി പണം ഉപയോഗിച്ച് അങ്ങേയറ്റം പോയ സർക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത്. പാർട്ടി എന്ത് വന്നാലും അങ്ങേയറ്റം പോകുമെന്ന ഒരു പ്രതികരണം സൂചകമാണ് ഇപ്പോൾ പിന്നാലെ നൽകുന്നത്. അല്ല, അത് CK സംബന്ധിച്ചിടത്തോളം ഈ രീതിക്കുള്ള ഇടപെടലുകൾ അയാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അത് പ്രതികൾക്ക് വേണ്ടി അയാൾ വക്കാലത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗം നിന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്വം അയാൾക്കുണ്ടല്ലോ. അതിനൊക്കെ കാശ് വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ അവർ. ഇതൊക്കെ ഈ സർക്കാർ തന്നെ, ഈ പാർട്ടി സംവിധാനം ഇഷ്ടം പോലെ കാശ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ അവിടെ വക്കാലത്ത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അയാൾക്കത് പരാജയം എന്ന് പറയാൻ പറ്റുമോ? ഇത്രയും കാശ് വാങ്ങിച്ചിട്ട് പരാജയം എന്ന് പറയാൻ പറ്റുമോ? KB കുഞ്ഞിരാമനോ അല്ലെങ്കിൽ വെളുത്തുള്ളി രാഘവൻ അല്ലെങ്കിൽ മണികണ്ഠൻ, ബ്ലോക്ക് പ്രസിഡന്റ് മണികണ്ഠനായി കഴിഞ്ഞാലും ഇവരെ പാർട്ടി തലത്തിലുള്ള ഉന്നതികൾക്ക് വേണ്ടിയിട്ടാണ് ഈ CK ശ്രീധരൻ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം അഡ്വക്കേറ്റുമാരും മറ്റ് അഡ്വക്കേറ്റുമാരുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KB കുഞ്ഞിരാമൻ അവർ കുറ്റക്കാരനെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് CBI അവരെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കോടതിയെ കണ്ടെത്തിയല്ലോ തെളിവ് സഹിതം. അയാൾക്ക് പറയാം, അയാൾക്ക് കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കള്ളന്യായങ്ങളൊക്കെ പറയാം. അയാളുടെ പ്രവർത്തനം തന്നെ അത് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്. ജനങ്ങൾക്കെല്ലാം ബോധ്യമല്ലേ അയാളെ ഈ മറുകണ്ഠം ചാടിയുള്ള ഈ പ്രതികൾക്ക് വേണ്ടി ശ്രീ സത്യനാരായണൻ, അപ്രതീക്ഷിതമായി CK ശ്രീധരൻ അവരെ കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെ, ഈ കേസിലൊക്കെ ഡൈല്യൂട്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ കേസിനെയൊക്കെ അത് ബാധിച്ചേക്കും എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. ഈ 10 പ്രതികൾ കുറ്റമുക്തരാകുമ്പോൾ അങ്ങനെ CK ശ്രീധരന്റെ ഇടപെടലോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഇതിനെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ കേസിൽ? അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? CK ശ്രീധരനെ കൊണ്ട് ഒന്നും സാധിക്കില്ല അതിപ്പോൾ നമ്മൾക്ക് KB കുഞ്ഞിരാമനെ കുറ്റക്കാരായി കണ്ടെത്താൻ നമുക്ക് അതിൻ്റെ ഉന്നതതയിലേക്ക് പറ്റിയിട്ടുണ്ട്. ഗൂഢാലോചനയിൽ KB കുഞ്ഞിരാമനെ അതിൻ്റെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ താഴെ കിടക്കുന്ന ഈ ഗൂഢാലോചന ഇവർക്ക് ഈ CK ശ്രീധരൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന അർത്ഥമൊന്നുമില്ല. അത് അയാളെ കഴിവ് കൊണ്ടൊന്നുമല്ല. കോടതിക്ക് ബോധ്യപ്പെടുത്താൻ ഇനിയും നമുക്ക് അവസരങ്ങളുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കും. കോടതിക്ക് എന്തുകൊണ്ടോ ഒന്നും നമുക്കറിയില്ല. നമുക്ക് പറ്റാവുന്ന തെളിവുകളൊക്കെ വെച്ചിട്ടുണ്ടോ? അതിപ്പോൾ ഏതായാലും വിധി വരട്ടെ, അതല്ല പിന്നെ നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ ശിക്ഷാ വിധി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയൊക്കെ ഇതിനെക്കുറിച്ച് പറയാവുന്നതാണ്. സത്യനാരായണൻ, പൊതുസമൂഹത്തിൽ CPM സാധാരണ ഇത്തരം കൊലപാതക കേസിൽ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ പൊതുവെ പറയാറുള്ളത് എന്താണ്? പാർട്ടിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്നാണ്. പക്ഷേ ഇവിടെ നോക്കൂ, താങ്കൾ പറഞ്ഞതുപോലെ KB കുഞ്ഞിരാമനും പീതാംബരനും രാഘവൻ വെളുത്തുള്ളിയും K മണികണ്ഠൻ പ്രധാനപ്പെട്ട CPM നേതാക്കളാണ് ഈ കുറ്റക്കാരുടെ പട്ടികയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ CPMന് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരും. പറഞ്ഞ് ഒരു തരത്തിലും ഒഴിയാൻ കഴിയില്ല. പാർട്ടിക്ക് ഒരു ന്യായീകരണ വാദങ്ങളും ഉയർത്താൻ കഴിയില്ല ഈ കേസിൽ, അല്ലേ ശ്രീ സത്യനാരായണൻ? അല്ല, ന്യായീകരണം സത്യസന്ധമായ മനുഷ്യരും നീതി വ്യവസ്ഥയെ മാനിക്കുന്നവരും ഇല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ ഭരിക്കുന്നവർ
പാർട്ടി പ്രസ്ഥാനമാണെങ്കിലോ സർക്കാരാണെങ്കിലോ ഇത് ഉൾക്കൊള്ളാനല്ലേ പറ്റും. അവർ ഉൾക്കൊള്ളൂലല്ലോ. അവർ പാർട്ടിക്ക് വരുന്ന ഏത് കാര്യത്തെയും കള്ളത്തരം പറഞ്ഞ് മാറ്റുക എന്നല്ലാണ്ട് അത് രാഷ്ട്രീയപരമായി ഇല്ലെ CBI വരുന്ന രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ എങ്ങനെയല്ല അവർ പറയൂ. അവർ സത്യസന്ധമായ കാര്യങ്ങൾ പറയൂലല്ലോ. ഒക്കെ നോക്കിയോ അവർ ഇപ്പോൾ തന്നെ CK ശ്രീധരൻ പറഞ്ഞ് രാഷ്ട്രീയപരമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു CBI. നേരെ മറിച്ച് അവർ CBI വിടുമ്പോൾ അത് രാഷ്ട്രീയപരമല്ല. എന്തൊക്കെയോ ഇരട്ടത്താപ്പുകളല്ലേ അവർ പറയുന്നത്. അവർക്ക് പാർട്ടിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് പ്രവണതയും അവർ ചെയ്യും. അത് ആദ്യം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ, ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല, CPM-ന് ഒരു ബന്ധമില്ല എന്നല്ലേ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞത്. അപ്പോൾ തന്നെ പീതാംബരനെ ലോക്കൽ കമ്മിറ്റി മെമ്പർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആ പീതാംബരൻ്റെ വീട്ടിലേക്കാണല്ലോ ഇവർ സഹായങ്ങളെല്ലാം എത്തിക്കുകയും ഈ KV കുഞ്ഞിരാമൻ പോവുകയും ഈ മൊഴി മാറ്റി പറയിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ അവർ ജനസേവനം എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് വേണ്ടി വേണ്ടാനും ചെയ്യുന്ന ഒരു പ്രവണതയെ സഹായിക്കുക, അവർ അതിന് പിന്നിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമല്ലേ അവരെ ജനസേവനം. അവരെന്തും പറയും. അവർ എന്ത് നീചത്വം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുക. അത് മാത്രമായി മാറി അവർക്ക് ചെയ്യുന്ന കാര്യം സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമല്ലേ കള്ളം പറയാതിരിക്കണ്ടു. ഇത് ചെയ്യുന്നതൊക്കെ തെറ്റുകളാണ്. അതിന് ന്യായീകരിക്കാൻ വേണ്ടി കള്ളങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അത് പിന്നെ പൊതുജനങ്ങൾക്കിത് മനസ്സിലാവും. അവരെന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് പൊതുജനത്തിന് മനസ്സിലാവും. ഇവർ പഴയ കാലത്തുള്ളതുപോലെ കവലപ്രസംഗം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും പോലെയല്ലോ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന സംഭവങ്ങളൊക്കെ ഇവർ കള്ളങ്ങളല്ലേ പറയുന്നത്. ഇതിനെ ഒന്നും നമ്മൾക്കൊന്നും അതിന് ഒരു വില കൊടുക്കാനൊന്നും പറ്റില്ല. അവർ പറഞ്ഞോട്ടിക്കട്ടെ. ഒപ്പം ശ്രീ സത്യനാരായണൻ, 3-ാം തീയതിയാണ് കലങ്ങിയ കണ്ണോടുകൂടി 2 അമ്മമാരുടെ പൊട്ടിക്കരച്ചിൽ ഇന്ന് കേരളം കേൾക്കുമ്പോൾ ഒരു ഹൃദയത്തിനും മനുഷ്യരായ ആളുകൾക്ക്, ഹൃദയമുള്ള ആളുകൾക്ക് അത് താങ്ങാൻ കഴിയാത്ത നിലവിളികളാണ് പെരിയയുടെ ആ 2 വീട്ടുകളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കേട്ടത്. അപ്പോൾ അങ്ങേയറ്റം ശിക്ഷ. കാരണം 2 കുടുംബത്തെ അനാഥമാക്കിയത്, 2 വഴിവിളക്ക്, 2 വിളക്കുകൾ കെടുത്തിയവർക്ക് അർഹിക്കുന്ന അങ്ങേയറ്റത്തെ ശിക്ഷ നൽകണം. അതാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു ശിക്ഷ അങ്ങം പ്രതീക്ഷിക്കുകയല്ലേ ശ്രീ സത്യനാരായണൻ? അതെ, അത് തന്നെയാണ് നമ്മളെ ഉദ്ദേശം തന്നെ. ഇത് നമ്മൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി, നമ്മൾക്കിനി നമ്മളെ കുട്ടികളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയോ ഇനി കുട്ടികളോടൊത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയോ അവരുടെ സഹായം കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. നാളെ നമ്മൾ ഇതുപോലുള്ള കുരുന്നുകൾ നാളെ ഈ നാട്ടിൽ ജീവിക്കണം. അവർക്ക് സത്യസന്ധമായി ഭരണഘടന നിവാരണം ചെയ്യുന്ന രീതിക്ക് നമ്മളെ നാട്ടിൽ അതായത് നീതിന്യായ വ്യവസ്ഥയുണ്ടെങ്കിൽ ഇവിടെ സത്യസന്ധമായ രീതിക്ക് ജനാധിപത്യത്തെ വിശ്വസിച്ചും കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഇത്തരം പ്രവൃത്തികൾക്ക് തടയിട്ടേ പറ്റൂ. അതിന് സർക്കാർ അതിന് തുനിയുന്നുണ്ടെങ്കിൽ അതിന് ഏത് അറ്റം വരെ പോകാനും നമ്മൾക്ക് ഒരു ഭയമില്ല. നീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് എവിടെ വരെയും പോകും. അന്യായം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ എത്ര കണ്ട് പ്രവർത്തിക്കുകയോ കള്ളം പറയുകയോ ചെയ്യുന്നതോ ചെയ്തോട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ ഇനി നമ്മുടെ ജീവിതത്തോളം അതിന് പിന്നാലെ ഞങ്ങൾ പോകും. കാരണം ഇല്ല ആ ചെയ്യാത്ത ഇതിന് തീർച്ചയായും ജനുവരി 3-ന് ശേഷം അങ്ങേ വീണ്ടും കാണാം. ആ നീതി പുലർന്നു എന്ന തിളക്കത്തോടു കൂടിയുള്ള കണ്ണുകളുമായി കേരളം അങ്ങയെ പ്രതീക്ഷിക്കുന്നുണ്ട്. 3-ാം തീയതി അങ്ങയുടെ പ്രതികരണത്തിനായി വളരെയധികം നന്ദി ശ്രീ സത്യനാരായണൻ. ന്യൂസ് 24-ൽ ഒരു ഇടവേളയാണ്. ശേഷം കാണാം പ്രത്യേക പരിപാടി ന്യൂട്രീഷൻ മാറ്റേഴ്സ്. ചുമ്മാതല്ല കിടക്കാച്ചകൾക്ക് ധൈര്യം. എളുപ്പം വൃത്തിയാക്കാവുന്ന ഇന്റീരിയർ എമൽഷൻ ആംകോ സാംക്ലീൻ.